ഈ വേൾഡ് കപ്പിലെ ഫസ്റ്റ് പ്രോപ്പർ ബിഗ് മാച്ച് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ വരെ എത്തിയിട്ടുള്ള മൊറോക്കോ വേഴ്സസ് ഫുട്ബോൾ ഹെറിറ്റേജ് ഉള്ള ബ്രസീൽ. പേഴ്സണലി ഐ ഹാഡ് സോ മച്ച് എക്സ്പെക്ടേഷൻസ്, ബട്ട് ഫസ്റ്റത്തെ ഒരു 30 മിനിറ്റ് മാറ്റി നിർത്തിയ ഇറ്റ് വാസ് മിഡ്. ഓക്കെ, രണ്ട് ടീമും കുറച്ചേരാണ് കഴിഞ്ഞപ്പോൾ സമനിലക്ക് വേണ്ടി കളിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കളിയാണ് കളിച്ചത്. ആൻഡ് മൊറോക്കോയുടെ POV എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു മോശം കാര്യമൊന്നുമല്ല. വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചിൽ ബ്രസീലിനെതിരെ ഒരു ഡ്രോ, ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്. പക്ഷേ ബ്രസീലിൻ്റെ POV എന്ന് ചിന്തിക്കുമ്പോൾ ഇവർ അത്ര നന്നായി കളിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബാഡ് റിസൾട്ട്. മൊറോക്കോക്കെതിരെ ഡ്രോ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓക്കെ, തോറ്റിട്ടില്ലല്ലോ. ബട്ട് ഒരു കളിച്ച കളി വെച്ച് നോക്കുമ്പോൾ വെരി വെരി ബാഡ്. കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ 4 മാച്ചസ് ആണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഖത്തർ സ്വിറ്റ്സർലൻഡിനെതിരെ സമനില നേടിയിട്ടുണ്ടായിരുന്നു, അതും ലാസ്റ്റ് മിനിറ്റിൽ ഈക്വലൈസിങ് ഗോളൊക്കെ കണ്ടെത്തിയിട്ട്. അതുപോലെ കുഞ്ഞന്മാരായ ഹെയ്ത്തിക്കെതിരെ സ്കോട്ട്ലൻഡിന് ഒരൊറ്റ ഗോളിന്റെ ജയം നേടാൻ കഴിഞ്ഞതുള്ളൂ. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ കാണണം കളിക്കണം എന്ന് ആഗ്രഹിച്ച 2 പ്ലേയേഴ്സിനും 1 മിനിറ്റ് പോലും കിട്ടിയില്ല. തേഴ്സീൻ ഖത്തറിലും ഇറങ്ങിയില്ല, ഡെക്കൻസ് നാസോൺ ഹെയ്ത്തിയിലും ഇറങ്ങിയില്ല. പിന്നെ ഉള്ളത് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ഒരു മാച്ച് ഓസ്ട്രേലിയ വേഴ്സസ് തുർക്കിയെ. ആൻഡ് ഞാൻ തുർക്കി വലിയ ഡാർക്ക് ഹോഴ്സസ് ഒക്കെ ആവുന്ന ഇങ്ങനെ വിചാരിച്ച് എൻ്റെ പ്രെഡിക്ഷനിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയ 2-0 ഓരോരും ജയിച്ചടാ. ഞാൻ കളി കണ്ടിട്ടില്ല, ബട്ട് എന്ത് തേങ്ങ ഞാൻ കണ്ടു ഇല്ലേ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും തുർക്കി അത്രയും നല്ല ഫുട്ബോൾ കളിച്ചു എന്ന് ഇനിയിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ പോലും ഓസ്ട്രേലിയ 2 ഓരോ പോസ്റ്റ് കിട്ട് 1 പോലും ഇങ്ങോട്ട് വാങ്ങിയില്ല. ഗൈസ് എന്തപ്പത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കണ്ട മാച്ച് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ, അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഹായ്, ഇന്നലെ കുറെ ആൾക്കാർ എന്താ പറഞ്ഞത് എന്നറിയോ? ഇന്റെ മോന്തായ ഞാൻ കാണിക്കണ്ടെന്ന്. വാവ്, ആം ഐ ദാറ്റ് അഗ്ലി? ബട്ട് ലൈക്ക് സീരിയസ്ലി ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടോ? ഓക്കെ, ഞാൻ വോയിസ് ഓവർ തന്നിട്ട് അതിന് മാച്ച് ആയിട്ട് എക്സ്പെഷ്യലി ഹൈലൈറ്റ്സ് പോലും മര്യാദക്ക് കിട്ടാത്തൊരു വേൾഡ് കപ്പാ. ഓക്കെ, എല്ലാത്തിനും പൈസ കൊടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൺവിൻസ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് സംഭവങ്ങളില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കൂടെ വെച്ച് ഈ 8 മിനിറ്റ് 10 മിനിറ്റ് ലെങ്ത്തുള്ള വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഊപ്പാടിളകും. എക്സ്പെഷ്യലി നമ്മൾ ഈ പുലർച്ചയ്ക്ക് എണീറ്റ് കളി കണ്ട് വയ്യ. ഓക്കെ, കയ്യാത്തോണ്ടാ. പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞ മീമിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും, അതിനൊന്നും എനിക്ക് ഇഷ്യൂ ഇല്ല. ബട്ട് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഞാൻ കണ്ട ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മാച്ചിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എക്സ്പെഷ്യലി ഫുഡ് മോബ് കൊടുത്ത ഈ റേറ്റിംഗ് കണ്ടിട്ട് ഐ വാസ് ലൈക്ക്, ഞാൻ കണ്ട മാച്ച് തന്നെയല്ല ഇത്. 7.7 ഫോർ വാട്ട്? ഹി ഡിഡ് നത്തിങ്. ഓക്കെ, ദിസ് സാൻഡോസ് ഗായ് എന്താ ചെയ്തത്? ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഓക്കെ, എൽ ഖനൂസ് 7.6. ബേസിക്കലി ഗോൾ അടിച്ച സൈബാരിനേക്കാളും സൈബാരിന് ഈക്വൽ ആയിട്ടുള്ള കളി. നോ, ഓക്കെ, ഹി വാസ് ഡീസെന്റ്. ഓക്കെ, നല്ല ടെക്കി പ്ലെയറാ, നല്ല സ്കില്ലുണ്ട്, കുറെ സംഭവങ്ങൾ ആൾ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഡിഫെൻസീവ്ലി ഹി വാസ് ഹെൽപ്പിംഗ് സോ മച്ച്. ഓക്കെ, മസ്റാവി ആൻഡ് ബുവാദി ഇവരൊക്കെ നല്ലോണം കവർ ചെയ്ത് കുറെ ഇൻസ്റ്റൻസിൽ ആൾ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് 7.6, ബ്രഹീം ഡിയാസിനെക്കാളും റേറ്റിംഗ് എൻ്റെ അഭിപ്രായത്തിൽ മൊറോക്കോന്റെ ബെസ്റ്റ് പ്ലെയർ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും നല്ലൊരു കളി മീൻസ് മസ്റാവിൻ്റെതായിരുന്നു കേട്ടോ. ആൾ ഈ ഒരു ലെഫ്റ്റ് സൈഡില് ഡിഫെൻസീവ്ലി സോളിഡ് ആയിരുന്നു. അറ്റാക്കിംഗ് വൈസ് ആൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ലെഫ്റ്റ് സൈഡ് കൂടെ അല്ല മൊറോക്കോന്റെ അറ്റാക്ക് ഒക്കെ വന്നത്, ഇറ്റ് വാസ് ത്രൂ റൈറ്റ് സൈഡ്. മസ്റാവി വരെ ബോൾ എടുത്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊടുക്കും, മിഡ്ഫീൽഡിൽ കൊടുക്കും. അവിടുന്ന് നേരെ ഒന്നെങ്കിൽ ബ്രഹീം അല്ലെങ്കിൽ ഹക്കീമി ഇവരുടെ അടുത്ത ബോൾ എത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോട്ട് ദാറ്റ് മച്ച്. ബ്രസീലിന്റെ സൈഡില് വിനീഷ്യസ് ഓക്കെ നോട്ട് ഓക്കെ, ഓക്കെ നോട്ട് ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു. ഓക്കെ, ഹി പ്ലേഡ്, ഹി സ്കോർഡ്. വേറെ 1-2 ഇൻസ്റ്റൻസിൽ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി. ബട്ട് അതല്ലാത്ത സമയത്ത് മൊറോക്കൻ ഡിഫൻഡേഴ്സും പ്ലേയേഴ്സും സിമ്പിൾ ആയിട്ട് ആളെയും ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റഫീഞ്ഞ ആളുടെ കാര്യത്തിലാണ് മോസ്റ്റ് ഡിസപ്പോയിന്റഡ് മാൻ. എടാ എന്താ പറ്റി? എന്താ പറ്റി? ആള് ലെഫ്റ്റിന്ന് കളിച്ചു, മിഡ്ഫീൽഡ് കൂടെ കളിച്ചു, റൈറ്റിലും കളിച്ചു. ഏത് സൈഡ് കളിച്ചിട്ടും മൊറോക്കോ പ്ലേയേഴ്സിനെതിരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആളെ കൊണ്ട് കഴിഞ്ഞില്ല. പിന്നുള്ളത് പക്വേറ്റ, ആൾ ഇടയ്ക്കൊന്ന് ഫോം ആയിട്ട് ഒരു നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഇട്ട്, ബട്ട് ഹി വാസ് സ്റ്റിൽ ഓക്കെ. ബ്രൂണോ ജി, എല്ലാവരും ഒരു മിഡ് ലെവൽ പെർഫോമൻസ് ഉള്ളതിന് കേട്ടോ. ആൻഡ് ദ ബെസ്റ്റ് പ്ലെയർ ഫോർ ബ്രസീൽ ഇഗോർ തിയാഗോ. ബ്രോ,
അന്റെ കളി കാണാൻ എയർണയണും ബാക്കിയുള്ള കുറെ ബ്രസീലിയൻ ലെജൻസ് അവിടെ ഉണ്ടായിരുന്നു. പറയിപ്പിച്ചു കേട്ടോ. ദിസ് മാൻ ഇസ് 24. ഹി ഈസ് ദ സെയിം ഏജ് as me. Nah, this brother is not 24, man. Like, oh my god, he is 24. Seriously. മറ്റേ കുഞ്ഞ വന്നപ്പോ ആളിച്ചിരി ബോളൊക്കെ ആയിട്ട് മുന്നേക്ക് പോയി എന്നല്ലാതെ ഇഗോർ തിയാഗോ ചാൻസസ് മിസ്സാക്കി. ആൾക്ക് പ്രത്യേകിച്ചൊന്നും ഈ ഒരു ടീമിൽ ഓഫർ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ മാച്ചിന്റെ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് പറയാ എൻട്രിക്കീനോൻ ഇറക്കി. കാരണം ഇൻഡിവിജ്വലി ആ ഒരു ക്വാളിറ്റി കാണിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ബ്രസീല് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും, എക്സ്ട്രാ ഗോൾസ്. ബാക്കി കസമിറോ എല്ലാവരും 6-7 ഇട്ടിട്ടേ ലാസ്റ്റ് ആർക്കും വയ്യാതായി തോന്നുന്നുണ്ട്. നിങ്ങളിപ്പോ ഫുട് മോബിൽ റേറ്റിംഗ് കണ്ടില്ലേ, ആരൊക്കെയാണ് ബെസ്റ്റ് റേറ്റഡ്. ഇനി നമ്മൾ നേരെ സോഫാ സ്കോർക്ക് പോകട്ടോ. കാര്യങ്ങൾ തിരിഞ്ഞു. ഓക്കെ, വിനീഷ്യസ് 8.0. അതിനുള്ളതൊന്നും ആൾ ചെയ്തിട്ടില്ല. ആ ഗോൾ വാസ് വെരി ഗുഡ്. ബ്രാഹിം ഡിയാസ് എൽക്കനൂസിനൊക്കെ 7 ആയി, ഇവർക്ക് രണ്ടാക്കും. ബുവാഡി 6.9, ഇവനു 6.9. ഹക്കീമി he was decent. Hakimi was decent. സൈബാരിക്ക് 7.8. ആ ഒരു ഗോൾ ടാക്സ് പ്ലസ് ആള് റൈറ്റ് വിങ്ങിന്റെ അവിടെ പോയിട്ടില്ലേ, ഒരു നഡ്മൊക്കെ കേട്ട് നല്ലൊരു അടിപൊളി സംഭവമൊക്കെ ചെയ്തിന് കേട്ടോ. ഇഗോർ തിയാഗോ, ഇബാനിയസ്. ഇത് ഈ റേറ്റിംഗ് ആപ്പാളുടെ ഒരു ഇതെന്താന്നാവട്ടോ, എങ്ങനെ ഇത്ര വലിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് അവരുടെ റേറ്റിംഗില്. ഐ ഡോണ്ട് നോ. എന്തൊക്കെയാണേലും ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദ മാച്ച് ആദ്യത്തെ ആ ഒരു 30-35 മിനിറ്റ് ആയിരുന്നു. 2 ഗോൾ അവിടെ വന്നു, രണ്ടും നല്ല അടിപൊളി ഗോൾസ്. ആൻഡ് ആ ഒരു സമയത്ത് മൊറോക്കോ കളിച്ച ഒരു ഫുട്ബോൾ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി എന്നുള്ളതാണ് സത്യം. ഈ ഒരു ബ്രസീൽ സ്ക്വാഡ് വേൾഡ് കപ്പിൽ ഏതുവരെയൊക്കെ പോകുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഈ വേൾഡ് കപ്പിൽ ഇതുവരെ നടന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് റിസൾട്ട്, ഓസ്ട്രേലിയ ബീറ്റിംഗ് തുർക്കിയെ 2-0. സംഭവം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഞാൻ ഹൈലൈറ്റ്സും ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള ഒപ്പീനിയൻസ് ഒക്കെ കണ്ടു. ആൻഡ് ഓസ്ട്രേലിയ എന്ത് ചെയ്ത് ബസ് പാർക്കും മറ്റേ ട്രെയിൻ പാർക്കൊക്കെ കടന്ന് നമ്മൾ ഈ ഹറാംബോൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഒരു ഫുട്ബോൾ ഒരു കാഴ്ച വെച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, എല്ലാവരും ഡിഫെൻഡ് ചെയ്തു. ആൻഡ് അവർക്ക് കിട്ടിയ ചാൻസസ് ഒരു നല്ല പോലെ അങ്ങോട്ട് ഉപയോഗിച്ചു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ എബിലിറ്റി മനസ്സിലാക്കിയിട്ട്, നമ്മളെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് കളിക്കുക. അത് അപ്പുറത്ത് ഏത് ടീമാണെങ്കിലും. ആൻഡ് ഓസ്ട്രേലിയക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുണ്ടാവുള്ളൂ. ഓരത് വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു എന്ന് തോന്നുന്നു. ആൻഡ് ദേ ഗോട്ട് എ W, 3 points. ഗൈസ്, നമ്മളെ ISLക്ക് ഓസ്ട്രേലിയൻ ലീഗത്തെ പ്ലേയേഴ്സാ വരല്. ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഓരിപ്പോൾ വേൾഡ് കപ്പിലെത്തി. ഒരു അത്ര വലിയ സംഭവം ടീമൊന്നും അല്ലായിരുന്നു. ഇപ്പം നമ്മളെ ഇന്ത്യ എങ്ങനെ അവിടെ അങ്ങനെ ഉണ്ട് എന്ന് പറയാനുണ്ട്. എന്തായാലും കൺഗ്രാറ്റ്സ് ടു ഓസ്ട്രേലിയ ആൻഡ് തുർക്കി. ഷെയിം. വാവ്, 8 മിനിറ്റ് ഞാൻ ആക്കിട്ടോ. ലെറ്റ്സ് ഗോ.